കൈമിൽ ഗ്ലൗസ് ഉണ്ട്. ഞങ്ങൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. നോക്കറിയില്ല വല്ലാത്ത സാധനം എങ്ങോട്ട് വളഞ്ഞാലും നേരെ എന്റെ ഫേവറേറ്റ് ആ കരിമ്പ് ജ്യൂസ്. ഉണ്ടോ ഈ അവിടത്തെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വെക്കുക. ഇതൊന്ന് കാണാൻ പേടി. എരിവ് അത് നല്ല എരിവാണ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടോ. പോകുന്ന വഴിക്ക് എങ്ങോട്ടെല്ലോ കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു 10:30 ആയിട്ടുണ്ടായി ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. മെല്ലെ പോകാമെന്ന് വിചാരിച്ച് മെല്ലെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങി അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്. ഞാൻ പറയുന്നത് കേൾക്കില്ല, കാറ്റോണ്ട്. ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി ഇങ്ങനെ നിർത്തിയാണ് ലഗേജിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ വെള്ളം വെച്ചിരിക്കുന്ന ഇതങ്ങോട്ടി ഇതാ കണ്ടോ. ബാഗ് സെറ്റാക്കി ഇനി വേഗം അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യണം. നല്ല പാടം കണ്ടോ ഗൈസ്. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിൽ. അങ്ങനെ തന്നെ വെയിലായോണ്ട് മാസ്ക് ഉണ്ട്, കണ്ണറുണ്ട്, കൈമിൽ ഗ്ലൗസ് ഉണ്ട്. ഞങ്ങൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല എന്താ പറയാ വെയിലടിച്ചു ടാൻ അടിക്കണ്ടല്ലോ വെച്ചിട്ടാ. എനിക്കിലേക്ക് എല്ലാവരും പാടി പോയാലേ എടുക്കേണ്ടി വരും. നമ്മക്ക് ഇനി കേട്ടോ പോലെ നിങ്ങൾ ആ ബേഗ് എടുത്തു. അതാ കുറച്ചുകൂടി നല്ല ഉറപ്പുള്ള ബേഗ്. അത് കേട് വന്ന് പഴകി നല്ല അതേപോലത്തെ നല്ല പാടവും ഒക്കെ ഉള്ള ഒരു സൈഡ്. എവിടെയാണോ ഈ സ്ഥലം? ഓക്കെ, അപ്പൊ നമ്മള് സെറ്റ് ആയിട്ടുണ്ട്. ഷൂ ഉണ്ടോ? ഷൂ പുതിയ ഷൂ പിടിക്ക്. ഷൂ എനിക്കിപ്പം വാങ്ങി തന്നതാ. ഷൂ ഞങ്ങളിപ്പോ വാങ്ങിയത്. നോക്കും എന്റെ പുതിയ ഷൂ. ഇതാ ബേഗ് കെട്ടുന്ന പാവം കഷ്ടപ്പെട്ട് കെട്ടുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല കാറ്റാ. ഉറപ്പിലാണ് നിൽക്കുന്നത്, ഉക്കൊന്നുമില്ല. എല്ലാരും ഞങ്ങളെ തന്നെ നോക്കുന്നത് കുന്തവും കോലും പിടിച്ച് നിൽക്കുന്നുണ്ടിട്ട്. ഒന്നും വേണ്ട. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇനി പോട്ടെ. ഗൈസ് ഒറ്റപ്പാലം, അതായത് മായന്നൂർ പാലം. ഇവിടുന്നായിരുന്നു ഞങ്ങളെ കല്യാണത്തിന് ഈ പുതുക്കം പോലെ ആ സമയത്ത് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. ഇപ്പഴായിരുന്നില്ലേ ഇവിടുന്നായിരുന്നു ഞങ്ങളൊരു ഫോട്ടോ എടുത്ത കല്യാണത്തിന്റെ. ഇവിടെ തന്നെ മാറ്റിയാണ്. എന്റെ ഫേവറേറ്റ് ആ കരിമ്പ് ജ്യൂസ്. ഉണ്ടോ നല്ല തണുപ്പുണ്ട്, നല്ല സുഖം. വെളിച്ചാണ് നമ്മളെ ഫ്ലാഷ് ലൈറ്റ്. കരിമ്പ് ജ്യൂസ് കുടിച്ചു. മാങ്ങയും ഉണ്ട്, അരിനെല്ലിക്കയും വാങ്ങിയിട്ടുണ്ട്. വീണ്ടും പോട്ടെ. വെയ്യാണ്ടായി ഇരിക്കുമ്പോ കുറച്ച് ഇറങ്ങും, പിന്നെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യും, പിന്നെ വീണ്ടും ഞങ്ങൾ പോട്ടെ. പിന്നെ ഞങ്ങക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നോക്കണം.
ഞാൻ പണ്ട് ഒരു സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ചിരുന്നേ. ഞാനും ഉണ്ടായല്ലോ കല്യാണം കഴിഞ്ഞ. അവിടെ തന്നെ പോയിട്ട് കഴിക്കണം വിചാരിച്ചില്ല. ഇപ്പൊ എന്തായാലും 1 മണിയായി. 4 മണിയായാലും അവിടെ തന്നെ കഴിക്കണം വിചാരിച്ചില്ല. ശരി ആണോ? വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്ക് കേട്ടോ. കുഴങ്ങി ഇരുന്നിരുന്നിരുന്ന് കുഴങ്ങി എത്ര. വെള്ളത്തിനായിരിക്കും ഞങ്ങളിപ്പോ എവിടെ എത്തിയുള്ളേ? മഞ്ചേരി. ബൈക്കിൽ ട്രാവൽ ചെയ്യണ വല്ല സുഖമുണ്ടോ? മഞ്ചേരിയില് ഇവിടെ ഏതോ ഒരു കടയുടെ മുമ്പിൽ വന്ന് നിൽക്കുക. ഞങ്ങൾ അല്ല, മഞ്ചേരിയിലേ ഏതോ ഒരു കടന്റെ മുമ്പിൽ നിന്നിട്ട് നിലത്തൊക്കെ ഇരുന്നിട്ടാണ് കുടിക്കുന്നത്. കണ്ടില്ലേ? സൺഗ്ലാസ് എന്റെ ഗ്ലാസ് അവള് സൂക്ഷിക്കാൻ കഴുത്തിൽ വെച്ചൊക്കെ വലിയ ഫോട്ടോ വെച്ചതാ. ഭാഗ്യല്ല, എന്ത് ചെയ്യാനാ. ഞാൻ മറ്റേ എന്താ പറയാ, വെയിലായതുകൊണ്ട് വെച്ചേനി. എവിടെ കഴുത്തിലോ? വെയിലായോണ്ട് വെച്ച് അല്ല, കഴുത്തൊന്ന് ഇങ്ങനെ ഇളകി കളിച്ചപ്പോ എടുത്ത് വെച്ചേനി. ഇനിയിപ്പൊ എന്റെ കണ്ണെടുത്ത് വെക്കാനേ. അതും കൂടി കളയുന്ന എന്താ അറിയോ, വെള്ളം. യെസ്, തന്നെ സുൽത്താൻ മച്ചി. അങ്ങനെതാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുന്നു. ഒന്നുമില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇനി കഴിക്കട്ടെ ഗൈസ്. അത് ഞങ്ങൾ പെരി 2 പീസ് വാങ്ങി. അതിലൊന്ന് മാറ്റി, ഒന്ന് നോർമൽ അൽഫാമും പിന്നെ ഒരു പെരിയും ആക്കി. പേടി എരിവ്, അത് നല്ല എരിവാണ്. നോക്കട്ടെ. ടേസ്റ്റ് ഒക്കെ ഉണ്ടേ. സുൽത്താൻ മജ്ലിസ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നോ ഇഷ്ടപ്പെട്ടു പോയതാ. പിന്നെ ഒരിക്കൽ കൂടി കഴിക്കണം പറഞ്ഞവിടെ. ചിക്ക പെരി ഞാന് അൽഫാം മൂപ്പര് തിന്ന്. അതുകൊണ്ട് നിങ്ങൾ ആരെയും നോക്ക പോലില്ല. നല്ല വിഷമമുണ്ട്. തോന്നി അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ചിക്കനും ഒക്കെ ആളെന്നെ തന്നെ. അയ്യടാ, ഞാനൊരു ചെറിയ കഷ്ണം പീസ് എടുത്തില്ല. അതിനാണ് ഈ പറയുന്നത്. നോക്കാം, അല്ല, ഞാനൊരു ചെറിയ കഷ്ണം എടുത്തുള്ളൂ. ഇനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇനി അരീക്കോട് എത്താനായിട്ടുണ്ട്. എനിക്ക് നോക്കിയാണെന്നാ ശരിയാവില്ല. ഞാനിവിടെ ഫുഡ് കഴിച്ച് കയ്യൊക്കെ ഇട്ട് ഒരാൾ ഇവിടെ നിന്ന് വരില്ല എന്ന് പറഞ്ഞോട് ഇവിടെ ഇരിക്കുക. ബില്ല് വരുമ്പോ ഞാൻ ഒട്ടും വിചാരിച്ചു ഇല്ല, പക്ഷെ അത്ര ഒന്നും വന്നില്ല. പ്രതീക്ഷ അത്ര ഒന്നും വന്നില്ല. കേൾക്കൂല. പ്രതീക്ഷ അത്ര ഒന്നുമില്ല. വെറും 330. ഈ അവിടുത്തെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വെക്കുക. ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. ഒരു 330 റുപ്യ ആയുള്ളൂ. 600 പ്രതീക്ഷിച്ചാന്നും ആയില്ല. അത്ര അതിന്റെ വിഷമത്തിലാണ്. 600 ആവാത്തതിന്റെ വിഷമത്തിലാണ് ഒരാൾ. പോയി അടിച്ചോളിതാ. ചെലവ് ചെയ്യുന്നൊരു കാലം വരും, അന്ന് ഞാൻ ചെയ്യാം. ഉണ്ടോ താഴെ തമ്മിയോ? എന്തോ ചിക്കൻ ആശുട്ട് വെച്ച കൈ. അതെ, 330. വേറും കൂടി ഉണ്ടെങ്കിൽ അവിടെ പോയി അതും കൂടി കേറട്ടെ. കാണുക
ഐശ്വടെ എന്തോന്ന് വരാത്ത അവിടെ അടുപ്പിച്ച ആള് കാണാം. ഒന്നും പോയില്ല, അന്ന് ഞായറാഴ്ച അല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അജാച്ച് നോക്കി, അജാച്ചിന് നാണ അപ്പാപ്പനെ കണ്ടപ്പോ. ഇങ്ങോട്ട് എണീക്ക് പറയല്ലേ സോറി പറയൂ പറയ്. ഞങ്ങൾ കൊറേ വഴി തെറ്റിപ്പോയില്ലേ. ഞാനോ ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയില്ല, വല്ലാത്ത സാധനം. എങ്ങോട്ട് വളഞ്ഞാലും നേരെ നേരെ നേരെ. കുറച്ച് വഴി തെറ്റിപ്പോയി ഗൈസ്. ഹലോ ഗൈസ് പറയ് ഹലോ ഗൈസ് പറയ്. നമുക്ക് ഭയങ്കര നാളായിട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വെള്ളം പിടിക്കട്ടെ. എന്നോട് മിണ്ടുന്നു. ഇത് പിടിച്ച് കവറിങ് പിടിക്കാനാവില്ല. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫൈനലി വീട്ടിലെത്തി. ക്ഷീണിച്ചു കൊഴിഞ്ഞില്ലേ. ഫോണിൽ കൂടെ ഒക്കെ നല്ല വർത്താനാണ്. പക്ഷെ മിണ്ടുന്നില്ല. തിരിഞ്ഞു നോക്കില്ല. അപ്പൊ അവരോട് ഒന്ന് വർത്താനം പറയാ, അല്ലെ ഗൈസിനോടൊന്നും ഉണ്ട്. ശരി കേട്ടോ. ഇനി നമ്മൾക്കതല്ല. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പറയോ പറയുന്നില്ല, പപ്പനെ കണ്ട് ഒരു കുറവായി ഗൈസ്. അപ്പൊ എന്താ ഞങ്ങൾ ഇവിടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നിടാ. ക്ഷീണിച്ച് കൊഴിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇനി എടുക്കാൻ വയ്യ അല്ലേ. ബൈ ഗൈസ്.